യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. യഹോവ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. യഹോവ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവ വാഴുകയാണ്. സകല രാജ്യങ്ങൾക്കും മുകളിൽ, രാജാക്കന്മാർക്ക് മുകളിൽ രാജാതിരാജാവായി, കർത്താതികർത്താവായി യഹോവ വാഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമ്മെ ഭരിക്കുന്ന രാജാവിൻ്റെ മുൻപിൽ താഴ്മയോടെ വിനയത്തോടെയാണ് നാം നിൽക്കുന്നതെങ്കിൽ നമ്മുടെ രാജാവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ കാണുന്ന രാജാക്കന്മാരെ പോലെ പരിമിതിയുള്ളവനല്ല യഹോവ. തൻ്റെ അണികളെ അറിയാത്തവനല്ല യഹോവ. അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമാണ്. തൻ്റെ രാജ്യത്തിലെ ഓരോ പ്രജകളും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതുമൊക്കെ അങ്ങ് ദൂരെ നിന്ന് കാണുന്ന ദൈവമാണ്. യഹോവ മനസ്സലിവുള്ള പിതാവാണ്. കരുണ നിറഞ്ഞ, കൃപ നിറഞ്ഞ ദൈവമാണ്. ദീർഘക്ഷമയും മഹാദയയുമുള്ള രാജാവാണ്. നിങ്ങൾ ആരുടെ ഭരണത്തിൻ്റെ കീഴിലാണെന്ന് പകലായിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കാണുന്നത്? വിശുദ്ധ വേദ പുസ്തകം ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കൈമാറുകയാണ്. സകല രാജ്യത്വങ്ങളെയും ഭരിക്കുന്ന രാജാവ്. എന്നാൽ ഇന്ന് പകൽ യഹോവയുടെ സന്നിധിയിൽ ഉന്നതഭാവമുള്ളവനെ, നിഗള ഹൃദയമുള്ളവനെ ദൈവം സഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവത്തെ ദൈവം വെറുക്കുന്നുണ്ട്. ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കുന്ന രാജാവിൻ്റെ സന്നിധിയിൽ ഏറ്റവും താഴ്മയോടെ, വിനയത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ വയ്ക്കണം. നമ്മുടെ നാളുകളെ കാണുവാൻ കഴിവുള്ള രാജാവ്, നമ്മെയും നമ്മുടെ തലമുറകളെയും ശാശ്വതമായി അനുഗ്രഹിക്കുന്ന രാജാവ്. എന്തെങ്കിലും തരാമെന്ന് വാക്കു പറഞ്ഞ് പിന്നീട് വാക്കു മാറ്റി പറയുന്ന രാജാവല്ല. വ്യാജം പറയാൻ മനുഷ്യപുത്രനല്ല. യഹോവ വാക്കു പറഞ്ഞാൽ മാറാത്ത രാജാവാണ്. യഹോവയുടെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിലത് ഉവ്വ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ ഭരണത്തിൻ്റെ കീഴിലാണ്? നിങ്ങൾ വസിക്കുന്നത് ഈ ഭൂമിയിലാണെങ്കിലും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യ മണ്ഡലത്തിൽ ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും വാഴുന്ന രാജാതിരാജാവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. യഹോവയാണ് വാഴുന്നത്. യഹോവ വലിയവനാണ്, ഉന്നതനാണ്. നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്, മാനിക്കുവാൻ ശക്തനാണ്, കരം പിടിച്ച് നടത്തുവാൻ ശക്തനാണ്. രാജാവിൻ്റെ മുൻപിൽ ഏറ്റവും താഴ്മയോടെ, വിനയത്തോടെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.